ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് തുടർച്ചയായിട്ട് ഇടിയുകയാണ്. നമ്മുടെ പോർട്ട്ഫോളിയോ പലപ്പോഴും നഷ്ടത്തിലായിരിക്കാം. മാർക്കറ്റിലെ ഓരോ വീഴ്ചയും നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്താൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തന്നിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ സ്റ്റോക്ക് തരം സമയങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെ ഓവർ സോൾഡ് സോണിലേക്ക് വരാറുണ്ട്. RSI പോലെയുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ഇപ്പോൾ വാങ്ങാം എന്ന സിഗ്നൽ തരുന്ന സിറ്റുവേഷൻ ആണിത്. സാധാരണ ഇൻവെസ്റ്റേഴ്സ് പേടിച്ച് സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ബോട്ടം ഫിഷിംഗ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടുകയും ചെയ്യും. മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു കൺഫ്യൂസിംഗ് സ്റ്റേജ് ആണുള്ളത്. ഒരു വശത്ത് പെട്രോളിന്റെ പ്രൈസ് വർദ്ധിക്കുന്നു, മറ്റൊരു വശത്ത് പ്രൈം മിനിസ്റ്റർ തന്നെ നമ്മുടെ സ്പെൻഡിംഗ് കുറയ്ക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഗവൺമെന്റ് ഓഫീസുകളടക്കം വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാനും ഉള്ള നിർദ്ദേശങ്ങൾ തന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തരുന്ന വാർത്തകളാണ് ഇവയൊക്കെ. തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു തരത്തിൽ ഒരു ലോക്ക്ഡൌണിലേക്ക് തന്നെ എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങളാണ് മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുവെ ഒരു ബിയറിഷ് സെന്റിമെന്റ് തന്നെ നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് ലോവർ ലെവലിൽ അട്രാക്റ്റീവ് പ്രൈസിൽ എത്തിയിട്ടുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയതെന്നും അവയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്തും ഗ്രോത്ത് പൊട്ടൻഷ്യലും ഏതൊക്കെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ഈ ബോട്ടം ഫിഷിംഗും RSIയും? എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ലഭിക്കുന്നത്? ഒരു സ്റ്റോക്ക് അതിന്റെ ഏറ്റവും താഴ്ന്ന പ്രൈസിലേക്ക്, അതായത് ബോട്ടം ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതിനെയാണ് ബോട്ടം ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേജിൽ പ്രൈസ് ഇനിയും താഴേക്ക് പോകാനുള്ള ചാൻസ് കുറവും മുകളിലേക്കുള്ള ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലും ഉള്ള ആ ഒരു അവസ്ഥയാണ് മിക്കവാറും നമ്മൾ ആ ഒരു ബോട്ടം ഫിഷിംഗിനായിട്ട് തിരഞ്ഞെടുക്കുക. ഇവിടെയാണ് RSI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏതാണ് ആ ഒരു പെർഫെക്റ്റ് ബോട്ടം നമുക്ക് മനസ്സിലാക്കാനാണ്. 0ക്കും 100നും ഇടയിൽ മൂവ് ചെയ്യുന്ന ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ് RSI. ഒരു സ്റ്റോക്കിൽ ആ സമയത്ത് ബയേഴ്സ് ആണോ അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണോ കൂടുതൽ സ്ട്രോങ് എന്ന് കാണിച്ചു തരും. സാധാരണയായിട്ട് RSI 30ക്ക് താഴെ പോകുമ്പോൾ സ്റ്റോക്ക് ഓവർസോൾഡ് ആണെന്ന് പറയാം. അതായത് ആ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നവർ മിക്കവാറും സെല്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു റിവേഴ്സൽ ചാൻസ് ഉണ്ട് എന്ന് RSI 20ക്ക് താഴെ പോയാൽ അത് നമുക്ക് ഒരു എക്സ്ട്രീം ഓവർസോൾഡ് കണ്ടീഷൻ ആണ് എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പൊ ഇതിനെ പലരും ഒരു സ്ട്രോങ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, RSI മാത്രം നോക്കി ഒരു സ്റ്റോക്ക് വാങ്ങരുത്. കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ ഒരു ക്രൈറ്റീരിയകളൊക്കെ വെച്ച് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി തരുന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബീവറേജസ് ലിമിറ്റഡ്. കൺസപ്ഷൻ സെക്ടറിലെ ഒരു ഭീമനായിട്ടുള്ള വരുൺ ബീവറേജസ് ആണ്. പെപ്സിക്കോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി പാർട്ണർ ആണിവർ. പെപ്സി, മിറിൻഡ, ടോപ്പിക്കാന, അക്വാഫിന പോലെയുള്ള ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് അട്രാക്റ്റീവ് ആവുന്നത്? കൺസപ്ഷൻ സ്റ്റോക്കുകളിൽ ഒരു ജനറൽ കറക്ഷന്റെ ഭാഗമായി ഈ സ്റ്റോക്കും അതിന്റെ ഒരു ഹൈ പ്രൈസിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുകയാണ്. കുറഞ്ഞ വിലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഫണ്ടമെന്റലി നോക്കിയാൽ ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. ഇതിന്റെ ഒരു PE റേഷ്യോ ഏകദേശം 53.3 ആണെങ്കിലും ഈ സെക്ടറിലെ മറ്റ് കമ്പനികളുടെ PE 100ന് മുകളിലായതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതായത് ROE 16.2 ആണ്. ഫണ്ടമെന്റൽ കരുത്ത് നോക്കുകയാണെങ്കിൽ കമ്പനി റീസെന്റ് ആയിട്ട് 7,500 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് റേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. ഈ പൈസ കമ്പനിയുടെ എക്സ്പാൻഷനും പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനും കടം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസ്, അതുപോലെ തന്നെ റീസെന്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഒരു എൻട്രി സോൺ ഇവിടെ കണ്ടെത്തി നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു അനാലിസിസ് ഈ ഒരു സ്റ്റോക്കിന് മുകളിൽ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇനി നമുക്ക് കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള ഒരു മിഡ് ക്യാപ് കമ്പനിയിലേക്ക് നമുക്ക് അടുത്ത സ്റ്റോക്കിനായിട്ട് തിരയാം. ആരതി ഇൻഡസ്ട്രീസ് ആണ് ആ ഒരു സ്റ്റോക്ക്. സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചറിംഗ് ഫോക്കസ് ചെയ്യുന്ന ഫാർമ, അഗ്രോ കെമിക്കൽസ് പോലെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു. ഒരു കാലത്ത് കെമിക്കൽ സെക്ടറിൽ വന്ന വീഴ്ച ഈ ഒരു സ്റ്റോക്കിനെയും ബാധിച്ചു. എന്നാൽ കമ്പനി ഇപ്പോൾ ഒരു സ്ട്രോങ് കംബാക്കിന്റെ ഒരു സെൻസ് കാണിക്കുന്നുണ്ട്. ഫണ്ടമെന്റലി കമ്പനിയുടെ PE റേഷ്യോ ഏകദേശം 41.1 ആണ്. റീസെന്റ് ആയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഒരു വലിയ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. 2026 മാർച്ച് ക്വാർട്ടറിൽ കണക്ക് നോക്കിയാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 42.71% കൂടി 137 കോടി രൂപയായിട്ടുണ്ട്. ഫണ്ടമെന്റൽ കരുത്ത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലുണ്ടായ വലിയ വർധനവ് കമ്പനി ഒരു ടേൺ അറൌണ്ട് വഴിയിലാണ് എന്നുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡന്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഹിസ്റ്ററി ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കെമിക്കൽ സെക്ടറിലെ ഒരു ടേൺ അറൌണ്ട്
സ്റ്റോറി നോക്കുന്നവർക്ക് ആരതി ഇൻഡസ്ട്രീസിനെ പറ്റി കൃത്യമായിട്ട് ഒരു നല്ല പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി നമുക്കിവിടെ നോക്കി പോകാം. ഈ ലെവലുകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. മൂവിംഗ് ആവറേജസ് ഒക്കെ നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി പോയിന്റ് ഈ ഒരു ഏരിയയിൽ കണ്ടെത്തി നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. കൂടുതൽ അനാലിസിസുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഇൻഡസിൻ ബാങ്ക് ലിമിറ്റഡ് പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിലെ ലീഡിംഗ് പ്ലെയർ ആണ് ഇൻഡസിൻ ബാങ്ക്. നല്ലൊരു പെർഫോമൻസ് ഹിസ്റ്ററി ഉണ്ടായിട്ടും റീസെന്റ് ആയിട്ട് മാർക്കറ്റിലെ ചില ഭയമൊക്കെ കാരണം ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിൽ ഒരു ഇടിവ് വന്നു. പലരും ഒരു ബോട്ടം ഫിഷിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഫണ്ടമെന്റലി ലാർജ് ക്യാപ്പ് ബാങ്ക് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിന്റെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ ആണ്. നിലവിൽ ഇത് 1.06 ആണ്. അതായത് ബാങ്കിന്റെ സ്റ്റോക്ക് അതിന്റെ ബുക്ക് വാല്യൂവിനോട് ഓൾമോസ്റ്റ് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഇൻഫർമേഷൻ. ഇൻവെസ്റ്റ്മെന്റിലെ റിസ്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫണ്ടമെന്റലി ഉള്ള ഒരു സ്ട്രെങ്ത് എന്താണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഈ ബാങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവരുടെ ഹോൾഡിംഗ് ഏകദേശം 40.51 ആണ്. ഇത് ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റിയും മാനേജ്മെന്റിലുള്ള ഒരു ലോങ് ടൈം വിശ്വാസത്തെയുമാണ് കാണിക്കുന്നത്. കുറഞ്ഞ വാല്യുവേഷനിൽ ഒരു ക്വാളിറ്റി ബാങ്കിനെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബാങ്കിംഗ് സെക്ടറിലുള്ള വളരെ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇൻഡസിൻ ബാങ്ക്. ഇൻഡസിൻ ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് നമുക്കൊരു നല്ല ലെവൽ ഇവിടെ കണ്ടെത്തി തരും. തീർച്ചയായിട്ടും ഈ ഒരു ലെവലിൽ നല്ല എൻട്രി ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന ഒരു ബാങ്കിംഗ് സെക്ടറിലെ നല്ല സ്റ്റോക്കായിട്ട് ഇൻഡസിൻ ബാങ്കിനെ കാണാൻ കഴിയും. നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് CK ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ബിർള സോഫ്റ്റ് എന്ന IT കമ്പനിയാണ്. IT സെക്ടറിലെ ജനറൽ കറക്ഷൻ ഈ ഒരു സ്മോൾ മിഡ് ക്യാപ് സ്റ്റോക്കിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ബിർള സോഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അതായത് ഈ ROE 14.4% എന്ന നല്ലൊരു ലെവലിലാണുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതിന്റെ ഡെറ്റ് തന്നെയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.05 ആയതുകൊണ്ട് തന്നെ ലോ ഡെറ്റ് കമ്പനിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഫണ്ടമെന്റലി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഡെപ്റ്റും ഏകദേശം 2.07 വരുന്ന നല്ലൊരു ഡിവിഡന്റ് ഈൽഡും ഈ ഒരു കമ്പനിയുടെ ഒരു സേഫ് IT ഹെവൻ ആയിട്ട് മാറ്റുന്നുണ്ട്. അതായത് സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതിന്റെ കൂടെ ഡിവിഡന്റിലൂടെയും ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻകം ലഭിക്കും എന്ന ഒരു ഇൻപുട്ട് കൂടിയുണ്ട്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു IT കമ്പനിയെ കുറഞ്ഞ വിലയിൽ നോക്കുന്നവർക്ക് ബിർള സോഫ്റ്റിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിക്കാനും നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനും കഴിയും. ബിർള സോഫ്റ്റിന്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചാർട്ട് വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന സ്റ്റോക്കാണ്. നല്ലൊരു സാഹചര്യം നോക്കി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന BST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ്. 50 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനി ഇന്ത്യയിലെ പവർ ട്രില്ലർ മാർക്കറ്റിലെ ഒരു ലീഡറാണ്. മാർക്കറ്റിലെ വീഴ്ചകളിൽ ഈ സ്റ്റോക്കും പലപ്പോഴും ഓവർസോൾഡ് സോണിലേക്ക് വീഴാറുണ്ട്. പക്ഷേ ഇതിന്റെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് ഇതിനെ എപ്പോഴും അട്രാക്റ്റീവ് ആക്കുന്നു. ഏറ്റവും പ്രധാനം ഒരു കംപ്ലീറ്റ്ലി ഡെറ്റ് ഫ്രീ കമ്പനി എന്നുള്ളതാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണ്. ഫണ്ടമെന്റൽ കരുത്ത് കടമില്ലാത്തത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നാൽ പിടിച്ചു നിൽക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. 40ൽ കൂടുതൽ രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള കമ്പനി ഗവൺമെന്റിന്റെ അഗ്രികൾച്ചറൽ സ്കീമുകളും ഫാം മെക്കനൈസേഷൻ കൂടുന്നതും ഒക്കെ അനുസരിച്ച് നല്ല ഫ്യൂച്ചർ ഈ ഒരു കമ്പനിക്ക് ലഭിക്കുന്നു. കടമില്ലാത്ത കമ്പനിയുടെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അവരുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ പോവുകയാണ്. ഈ 5 കമ്പനികളും ഒന്നുകിൽ ഡെപ്റ്റ് കുറഞ്ഞവയാണ് അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറയുമ്പോൾ പേടിക്കാതെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് ഉള്ള കമ്പനികളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത 5 സ്റ്റോക്കുകളും അവരുടെ സെക്ടറുകളിലെ സ്ട്രോങ് കമ്പനികളാണ്. മാർക്കറ്റിലെ ജനറൽ സെന്റിമെന്റ്സ് കാരണം ഇവയെല്ലാം ടെക്നിക്കലി ഓവർസോൾഡ് സോണിലേക്ക് മുൻപ് വന്നിട്ടുണ്ട്. ഇത് ബോട്ടം ഫിഷിംഗ് എന്ന സ്ട്രാറ്റജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കാര്യം എപ്പോഴും ഓർക്കുക, സ്റ്റോക്കിന്റെ പ്രൈസ് കുറഞ്ഞു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ RSI 30 നാളെ പോയി എന്നുകൊണ്ടോ മാത്രം ആ ഒരു സ്റ്റോക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള സിഗ്നൽ ആയി എന്നോ അങ്ങനെയൊന്നും കരുതാൻ പാടില്ല. പ്രൈസ് കുറയാനുള്ള റീസൺ എന്താണ് എന്ന് കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠന വിധേയമാക്കേണ്ടതും. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി മാർക്കറ്റ് സെന്റിമെന്റ്സ് കാരണം താഴേക്ക് വരുമ്പോഴാണ് ശരിക്കുമുള്ള ആ ഒരു ബോട്ടം ഫിഷിംഗ് നമ്മൾ നടത്തേണ്ടത്. ഓപ്പർച്യൂണിറ്റി വരുന്നത് എപ്പോഴും വരാം, പക്ഷെ കൃത്യമായിട്ടുള്ള എൻട്രി അത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തന്റേതല്ലാത്ത കാരണത്താൽ താഴേക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള എൻട്രി എടുക്കുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുക. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ അറിവിൽ വേറെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇതുപോലെ ഒരു ബോട്ടം ഫിഷിംഗ് ഓപ്പർച്യൂണിറ്റി മുൻപ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുന്നിലുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.
സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.